blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് കുന്നംകുളത്തു നിന്നുള്ള ഹെൻറി ജെയിംസിനും റെനിമോൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ കർത്താവെ. ഇരുവരെയും മക്കൾ ഐസക്, അന, രണ്ടുപേരെയും ചേർത്ത് അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ. കുടുംബത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ചാരുമൂടുന്നുള്ള അലൻ ഡേവിഡ് തോമസിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജൂൺ 10 തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഇപ്പോഴേ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അലനും തൻ്റെ സഹോദരി അലീന മോൾക്കും കർത്താവ് അനുഗ്രഹങ്ങളെ പകരണമേ. വിദ്യാഭ്യാസത്തെയും അവരുടെ ഭാവിയെയും ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. പെരുമ്പള്ളിയിൽ നിന്നുള്ള ജോസ് ജോർജിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവെ, തന്നെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഒരു സ്വന്തമായ ഭവനം ലഭിക്കേണ്ടതിന് കർത്താവ് സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലക്കാട്ടൂരിൽ നിന്നുള്ള സഖറിയാസ് തോമസിന് വേണ്ടിയാണ്. അദ്ദേഹം ഇത് സ്പോൺസർ ചെയ്യാനുള്ള കാരണം എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ഫെബ്രുവരി 5 വലിയൊരു അപകടം സംഭവിച്ചു. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി. സർജറി വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആ സമയത്താണ് തൻ്റെ സഹോദരി പ്രേക്കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. സർജറി കൂടാതെ അദ്ദേഹത്തിന് കർത്താവ് സൗഖ്യം നൽകി. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് കൂടിയാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കർത്താവെ, ആ സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ തന്നെ കോർട്ട് കേസിൽ വളരെ അനുകൂലമായൊരു വിധി ഉണ്ടാകാൻ വേണ്ടി കൂടെ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എല്ലാവരും പാടാം. ഔഷധം നീയേ, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ആൽഫയും നീയേ, ഒമേഗയും നീയേ, ആൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. കൈകളെല്ലാം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ആമേൻ. സകല കരങ്ങളും വീശി ശബ്ദത്തിൽ പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
Hallelujah. 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 Amen. കരങ്ങൾ രണ്ടും വീശി ശബ്ദത്തിൽ ചേർന്ന് പാടാം. Hallelujah. 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 Amen. Oh, hallelujah. 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 Amen. Matthew chapter 17, മത്തായിയുടെ സുവിശേഷം 17 24 onwards. അതിന്റെ 24 മുതലുള്ള After വേദഭാഗം. Jesus and his disciples arrived in Capernaum, the collectors of the 2 drachma temple tax came to Peter and asked, "Doesn't your teacher pay the temple tax?" യേശുവും ശിഷ്യന്മാരും കഫർന്നഹൂമിലെത്തിയപ്പോൾ 2 ദ്രഹ്മ വീതമുള്ള നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്ന്, നിങ്ങളുടെ ഗുരു ദൈവാലയ നികുതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. Yes, he does, he replied. When Peter came into the house, Jesus was the first to speak. "What do you think, Simon?" he asked. "From whom do the kings of the earth collect duty and taxes? From their own children or from others?" പത്രോസ് 25 ഉവ്വ് കൊടുക്കുന്നുണ്ടല്ലോ, അയാൾ മറുപടി പറഞ്ഞു. പത്രോസ് വീടിനുള്ളിൽ കടന്നപ്പോൾ യേശുവാണ് സംഭാഷണം ആരംഭിച്ചത്. ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ കരമോ നികുതിയോ പിരിക്കുന്നത് ആരിൽ നിന്നാണ്? സ്വന്തം മക്കളിൽ നിന്നോ അതോ അന്യരിൽ നിന്നോ? അദ്ദേഹം ചോദിച്ചു. What I understand from this conversation is that Jesus was a taxpayer. എനിക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലായത് യേശു കർത്താവ് നികുതി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. Regularly he used to pay tax. നിരന്തരമായി താൻ നികുതി കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. But Jesus asked a question. എന്നാൽ യേശു കർത്താവ് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു. When kings collect taxes, ഭൂമിയിലെ രാജാക്കന്മാർ നികുതി പിരിക്കുമ്പോൾ whom do they collect duties and taxes? From the princes, from his own children, or from those who are outside? അവിടെ ചോദിക്കുന്നു, കരമോ നികുതിയോ പിരിക്കുന്നത് സ്വന്തം രാജകുമാരന്മാരിൽ നിന്നാണോ അതോ മറ്റുള്ള പ്രജകളിൽ നിന്നാണോ പിരിക്കുന്നത്? Will any king get tax from his own child, his own son? ഏതെങ്കിലും ഒരു രാജാവ് സ്വന്തം മകനെ കുത്തിപ്പിടിച്ച് നികുതി പണം പിരിക്കാറുണ്ടോ? No, ഒരിക്കലും never. No king will do that. ഒരിക്കലും ഒരു രാജാവും അത് ചെയ്യുകയില്ല. So Peter is answering, verse number 26, from others Peter answered, "Then the children are exempt," Jesus said to him. അപ്പോൾ മക്കളിൽ നിന്നോ അന്യരിൽ നിന്നോ എന്ന് യേശു ചോദിച്ചപ്പോൾ 26-ാമത്തെ വചനത്തിൽ അന്യരിൽ നിന്ന് പത്രോസ് മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ മക്കൾ ഒഴിവാക്കപ്പെടുമല്ലോ, യേശു അയാളോട് പറഞ്ഞു. Hello, look at me. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? One day Jesus said, "The Son of Man or the Son of God is greater than the temple." ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞു, ദൈവപുത്രൻ എന്നുള്ളത് ദൈവാലയത്തെക്കാൾ ഉന്നതമാണ്. God is greater than the temple which is built for him. ഓർക്കുക, ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആലയത്തെക്കാൾ വലുതാണ് ദൈവം എന്നുള്ളത്. Jesus is God and Jesus is Lord. ഓർക്കുക, യേശു കർത്താവാണ്, യേശു ദൈവമാണ്. And he is the Son of God. എന്ന് മാത്രമല്ല, അവൻ ദൈവത്തിന്റെ പുത്രനും കൂടിയാണ്. Should the Son of God pay tax? അവിടെ യേശു ചോദിക്കുന്ന ഇതാണ്, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? What's your answer? നിങ്ങളുടെ ഉത്തരം പറയൂ. ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. He is the Son of God and he doesn't need to pay tax. അവൻ ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. But what does verse number 27 say, the next verse? എന്നാൽ 27-ാമത്തെ വചനത്തിൽ എന്താണ് പറയുന്നത്? So that we may not cause offense, go to the lake and throw out your line, take the first fish you catch, open its mouth, and you will find a 4 drachma coin. Take it and give it to them for my tax and yours. 27-ാമത്തെ വചനം, എന്നാൽ നാം അവർക്ക് ഇടർച്ച വരുത്തരുതല്ലോ. നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മത്സ്യത്തെ എടുത്ത് അതിന്റെ വായ് തുറക്കുമ്പോൾ 4 ദ്രഹ്മയുടെ ഒരു നാണയം കാണും. അത് എടുത്ത് എന്റെയും
നിന്റെയും നികുതി അടയ്ക്കുക എന്ന് യേശു കൽപ്പിച്ചു. Listen to me, people of God. ദൈവജനമേ ദയവായി ശ്രദ്ധിച്ചാലും In principle, Jesus doesn't need to pay any tax. ആ തത്വം അനുസരിച്ച് യേശു കർത്താവ് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. He is the Lord of the universe. കാരണം ഈ പ്രപഞ്ചത്തിന്റെ കർത്താവാണ് He is അദ്ദേഹം. the creator of the universe. അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. The Bible says he owns everything. കാരണം ബൈബിൾ പറയുന്നു അവൻ സകലത്തിന്റെയും നാഥനാകുന്നു. But now he has come down as a human being, obeying all the rules and regulations and the law. എന്നാൽ ഇപ്പോൾ യേശുവിനെ നോക്കുമ്പോൾ താൻ ദൈവപുത്രനായ താൻ ഇന്ന് ഈ ലോകത്തിലേക്ക് മനുഷ്യപുത്രനായി ഇറങ്ങി വന്ന് ലോകത്തിന്റെ സകല നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ്. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? But Jesus said we should not cause any offense to them. So you go to the lake, catch a fish, from the first fish mouth take a 4 drachma coin and pay for yours and mine. യേശു കർത്താവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. യേശു പറയുന്നു, ആർക്കും ഒരു മനുഷ്യനും നാമായിട്ട് ഒരു ഇടർച്ചയും വരുത്താതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക, ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ തുറക്കുക, 4 ചതുർദ്രഹ്മ പണം, 4 ദ്രഹ്മയുടെ ഒരു നാണയം കാണാം, അത് കൊണ്ടുപോയി എന്റെയും നിന്റെയും നികുതി അടയ്ക്കുക. In other words, Jesus was paying tax illegally. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു കർത്താവ് നിയമാനുസൃതമല്ലാതെ തന്നെ താൻ നികുതി പണം കൊടുക്കുകയാണ്. There was no need for that. അതിന്റെ ഒരു ആവശ്യം പോലും തനിക്കില്ല. I have a special message for you. എനിക്ക് നിങ്ങളോടൊരു നല്ലൊരു സന്ദേശമുണ്ട്. Some of you sitting here are business people. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ ബിസിനസ്സുകാരാണ്. Sometimes the sale tax, the income tax, that tax, this tax, service tax, all tax people come to your office. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഇൻകം ടാക്സുകാർ അല്ലെങ്കിൽ സെയിൽസ് ടാക്സുകാർ, സർവീസ് ടാക്സ് അങ്ങനെ പല ടാക്സുകാരും ഒക്കെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരിക്കാം. And they may try to exploit you illegally. They will demand you have to pay this much tax. ചില സമയങ്ങളിൽ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിയമപരമല്ലാതെ തന്നെ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട് കാണും. Many business people have come to me and they have told me, brother, we have paid reasonable tax, but still the department is after us. ഒത്തിരി ആളുകളും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ നിയമാനുസൃതമായി വേണ്ട എല്ലാ നികുതി പണവും ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും ബോർഡ് ഇപ്പോഴും അനാവശ്യമായി ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. If it goes like this, I'll have to close down my business. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബിസിനസ് പൂട്ടിക്കെട്ടേണ്ടി വരും. See, I am doing my business very righteously. ഞാൻ എൻ്റെ ബിസിനസ് വളരെ നീതിപൂർവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Still the department is exploiting me. എന്നിട്ടും ഇന്നും ഡിപ്പാർട്ട്മെന്റ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. This can happen to you. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു But കാര്യമായിരിക്കും. I have a good news. എന്നാൽ എനിക്കൊരു സന്ദേശമുണ്ട്. Listen to this. ദയവായി The ശ്രദ്ധിച്ചാലും same Jesus who miraculously provided the tax amount from the mouth of a fish for him and Peter, the same Jesus alive today, and he is working in your life miraculously in a supernatural way. God will provide everything in your life. ഓർക്കുക, അത്ഭുതകരമായി ഒരു മത്സ്യത്തിന്റെ വായിൽ നിന്ന് പണമൊരുക്കി അതിന്റെ ടാക്സ് കൊടുക്കുവാൻ, നികുതി പണം കൊടുക്കുവാൻ വേണ്ടി വഴികൾ തുറന്ന അതേ കർത്താവ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ വലിയ പ്രശ്നത്തിന്റെ പരിഹാരം ഇതുപോലെ തന്നെ നൽകുവാനായി നിങ്ങളുടെ കർത്താവിന് ശക്തിയുണ്ട്. How many of you believe that? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? If you believe that, give the Lord a round of applause, please. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ. Once again, please. ഒരിക്കൽ കൂടെ കൈകൾ അടിച്ച്. Peter says, cast all your anxiety on him because he cares for you. പത്രോസ് പറയുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് അവന്റെ മേലിട്ടുകൊള്ളുക. Not only this, any area of your life, God is caring for you. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിലും കർത്താവ് നിങ്ങളെ കരുതുന്നവനാണ്. And Peter is writing these words because of other 1 or 2 experiences. പത്രോസ് ഈ ഭാഗം എഴുതുവാൻ കാരണം മറ്റ് ചില 1-2 അനുഭവങ്ങൾ കൊണ്ട് നിമിത്തം കൂടിയാണ്. Twice Peter had witnessed miraculous catch of fish. 2 പ്രാവശ്യം പത്രോസ് അത്ഭുതകരമായ മീൻപിടുത്തത്തിന് സാക്ഷിയായി നിന്നിട്ടുള്ള വ്യക്തിയാണ്. I'm going to take to that scripture portion now. ഞാൻ നിങ്ങളെ ഈ സമയത്ത് ആ ഒരു വേദഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. Matthew chapter 14. മത്തായിയുടെ സുവിശേഷം 14.
and verse number 13 onwards. അതിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങൾ. When Jesus heard what had happened, he withdrew by boat privately to a solitary place. Hearing of this, the crowds followed him on foot from the towns. യേശു ഇത് കേട്ടിട്ട് വഞ്ചിയിൽ കയറി അവിടെ നിന്നും തനിച്ച് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം ഇത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അദ്ദേഹത്തെ പിൻചെന്നു. Are you listening to this? നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? Show me your hand if you are listening. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെങ്കിൽ കൈകളൊന്ന് വീശി കാണിക്കാമോ? Hallelujah. ഹല്ലേലൂയ. Verse number 14, when Jesus landed and saw a large crowd, he had compassion on them and healed their sick. 14-ാമത്തെ വചനം, യേശു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനസമൂഹത്തെ കണ്ടു. അദ്ദേഹം അവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. Hallelujah. ഹല്ലേലൂയ. And on, if you read, you will read about how Jesus provided this multitude miraculously by multiplying bread and fish. ഇതിന് ശേഷമുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് യേശു കർത്താവ് അത്ഭുതകരമായി അപ്പത്തെയും അതുപോലെ തന്നെ മത്സ്യത്തെയും വർദ്ധിപ്പിച്ചത് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Then we read again and again. വീണ്ടും നമ്മൾ വായിച്ചു മുന്നോട്ട് വരുമ്പോൾ He saw the miraculous provision by Jesus here. അവിടെ നാം യേശു കർത്താവിന്റെ അത്ഭുതകരമായിട്ടുള്ള കരുതലുകളെ കുറിച്ച് കാണുകയാണ്. Then in another episode, we don't have time to read that. You know what happened? Peter was in his boat trying to catch some fish. മറ്റൊരു ഭാഗത്ത് എത്തുമ്പോൾ പത്രോസ് തന്റെ ബോട്ടിനകത്ത് നിന്ന് താൻ മത്സ്യത്തെ പിടിക്കുവാനായി ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. And the Bible says throughout the night, the whole night he tried, and the Bible says he could not catch anything. അവിടെ ബൈബിളിൽ നാം കാണുന്നു രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നുമേ തന്നെ പിടിക്കുവാൻ പറ്റാതിരിക്കുന്ന പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. But in the morning Jesus came. എന്നാൽ രാവിലെ സമയമായപ്പോൾ യേശു കർത്താവ് വന്നു. Listen to this. I always say this. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, Man's extremity is God's opportunity. ഓർക്കുക, മനുഷ്യന്റെ പരിധി എന്നുള്ളതാണ് ദൈവത്തിന്റെ അവസരം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. That means you tried and tried and tried all means and always, but when you say I am fed up, that's the time Jesus will show up. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ പരിശ്രമിച്ച് 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 എല്ലാം അവസാനിച്ച് ഞാൻ തളർന്നു കർത്താവേ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, ആ സമയമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അവസരം തുടങ്ങുന്നത്. For a healing from your disease, you met this doctor, consulted with that doctor, and all the hospitals and then super speciality hospitals. You underwent all the diagnosis and processes, and finally you say, there is no cure for this and I will die like this. പല ഡോക്ടർമാരെയും കണ്ടു, നിങ്ങളുടെ രോഗത്തിന്റെ കാര്യത്തിന് വേണ്ടി പല ഡോക്ടേഴ്സിന് അടുക്കൽ മാറി മാറിപ്പോയി, പല ഡോക്ടേഴ്സിനെ കണ്ടു, പല ചികിത്സകൾ നടത്തി, പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തി, പലതും ഡയഗ്നോസ് ചെയ്തു, ഒടുവിലായി കണ്ടെത്തുകയാണ്, ഇല്ല, ഈ രോഗത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. I will die in this disease. ഞാൻ ഈ രോഗത്താൽ നിമിത്തം മരിക്കുവാനായി പോകുകയാണ്. If you are saying such words, അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, listen to me brother, listen to me sister, that's an opportunity for Jesus to step in. ഓർക്കുക എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കുക, ആ സമയമാണ് ദൈവത്തിന് നിങ്ങളുടെ മേൽ അവന്റെ പ്രവൃത്തി തുടങ്ങാനുള്ള അവസരം എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് 2016. ജൂൺ 14, 15, 16 തീയതികളിൽ രാവിലെ 9 മണി മുതൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു.
നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക 0484422101. ആൻറ്റിക്ക് 2014 മാർച്ച് മാസത്തിൽ ആൻറ്റി വീടിനകത്ത് വെച്ച് പെട്ടെന്ന് കാൽ വഴുതി വീഴുകയും ആ മുട്ടിന് താഴെയുള്ള ഭാഗം ശരിക്കും അവിടെ വലിയൊരു ഒടിവ് സംഭവിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഒരു ഓപ്പറേഷൻ തനിക്ക് വേണ്ടി ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി 3 മാസത്തേക്കൊന്നും എഴുന്നേൽക്കിട്ട് നടക്കാൻ ഒന്നും ചെയ്യരുത്, വീട്ടിൽ പോയി ബെഡ് റെസ്റ്റ് ചെയ്യുക, 3 മാസം കഴിഞ്ഞ് പിന്നെയും ഒന്നുകൂടി വരണം, രണ്ടാമതൊരു ഓപ്പറേഷൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. 2 സർജറി വേണം. പക്ഷേ പെട്ടെന്ന് ചെയ്തതിൻ്റെ പുറമെ പെട്ടെന്ന് ഒരെണ്ണം കൂടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ശരിക്കും അവിടെ നന്നായിട്ടത് ഒടിവ് സംഭവിച്ചായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരെണ്ണം ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് അതൊന്ന് റിക്കവറി ആയിട്ട് വേണം അടുത്ത് ചെയ്യാനെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ ഭവനത്തിലേക്ക് അയച്ചു. ഭവനത്തിൽ ചെന്നപ്പോൾ താൻ പൂർണ്ണമായും ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡോക്ടർ ഒട്ടും നടക്കരുത്, ഇനി ഒരു ഓപ്പറേഷൻ കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുറേ നാളുകൾ കഴിയും പൂർണ്ണമായിട്ട് നടക്കണമെങ്കിൽ തന്നെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ സഹോദരി ആൻറ്റി ചെയ്തത്, നമ്മുടെ ആ സമയത്താണ് TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമരവിള ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു എന്നറിഞ്ഞത് 2014. ആ സമയത്ത് ആൻറ്റി ഒരു വാഹനം ഇതിലെടുത്തിട്ട് അതിനകത്ത് കയറിയിരുന്ന് നമ്മുടെ ബ്ലെസ്സിങ്സ് ഫെസ്റ്റിവലിൽ വന്ന് പങ്കെടുത്തു. അപ്പോഴും കാലിൽ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. ബ്രദർ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ കാറിലിരുന്നപ്പോ ആ ബ്രദർ അതായത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിനകത്ത് കയറാതെ പുറത്താണ് താൻ വാഹനം ഇട്ടിരുന്നത്. ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, പ്ലാസ്റ്റർ ഇട്ടിരിക്കണ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സന്ദേശവും ആരാധനയും എല്ലാം ആൻറ്റി കൂടിയത് പുറത്തു വരുന്നതാണ്. പുറത്ത് കിടന്നുകൊണ്ടാണ് ഇതെല്ലാം കേട്ടത്. ആരാധന കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ബ്രദർ പുറത്തേക്ക് വരുന്ന വഴിക്കാണ് ഈ ആൻറ്റിക്ക് വേണ്ടി കാറിനകത്തിരുന്ന് ആൻറ്റിക്ക് വേണ്ടി അവിടെ ചെന്ന് ബ്രദർ പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ സഹോദരി പറഞ്ഞു, എനിക്കൊരു ഓപ്പറേഷൻ കൂടി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, എഴുന്നേറ്റ് നടക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാകും, ഇനി ഒരു ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഈ ആൻറ്റി അത് വിശ്വസിച്ച് ഏറ്റെടുത്തു. ബ്രദർ കാലിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. നടന്ന അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഭവനത്തിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ താൻ നടക്കാനായിട്ട് തുടങ്ങി. ഡോക്ടർ പറഞ്ഞത് നടക്കരുതെന്നാണ് പറഞ്ഞത്, ഒരു ഓപ്പറേഷൻ കൂടി വേണമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് ഒരു ഓപ്പറേഷൻ വേണ്ട, പൂർണ്ണമായിട്ടും അത് വേണ്ടാതെ തന്നെ കർത്താവ് ആൻറ്റിനെ പരിപൂർണമായിട്ട് സൗഖ്യമാക്കി. രണ്ടാമത്തെ സർജറി ക്യാൻസൽ ചെയ്തു. കർത്താവ് അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ആൻറ്റി പരിപൂർണമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാം, ഒരു കുഴപ്പവുമില്ല എന്നാണ് ആൻറ്റി സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നു, ഈ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ള ചിലർക്ക് ഇതിനകത്തിരിപ്പുണ്ട്. ആ സർജറി കൂടെ കർത്താവ് ഇന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസമാണ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള ചില സർജറികളെ ഇന്നും കർത്താവ് ഇവിടെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇന്ന് കാറിലല്ല വന്നത്, ഭർത്താവല്ല കൊണ്ടുവന്നത്, ബസ്സിൽ ഒറ്റയ്ക്ക് നടന്ന് ഇവിടെ വരെ വന്ന് ഇവിടെ കയറി സർജറി ക്യാൻസൽ ചെയ്ത കാര്യം പരസ്യമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഈ സഹോദരി കൊടുത്ത അത്ഭുതകരമായ വേഗത്തിലുള്ള സൗഖ്യത്തിനും വിടുതലിനുമായി നന്ദി പറയുന്നു. അതോട് ചേർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യങ്ങൾ ഇപ്പോഴും ഇവിടെ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടിമാലി ജൂൺ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കട്ടപ്പന ജൂൺ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കട്ടപ്പന. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൈ ഈ ഓരോ വ്യക്തിയുടെ മേലും ഇപ്പോൾ നീട്ടിപ്പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ഹോർമോണുകളുടെ തകരാറ് മൂലം വിവിധ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ പരിപൂർണമായും അത്ഭുതകരമായും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ തകരാറുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കൊളസ്ട്രോൾ, അതിലുള്ള കൊളസ്ട്രോൾ കൂടുതലായിട്ട്
പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വിവിധ കാരണങ്ങളാൽ രക്തസ്രവം, ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആകാം, ശരീരത്തിന് വെളിയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന ബ്ലീഡിംഗ് ആകാം, പൈൽസ് മൂലമുള്ളതാകാം, യൂട്രസിലെ തകരാറ് മൂലമുള്ളതാകാം. അത് ആർക്കാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അസ്ഥികളെയും മജ്ജയെയും ബാധിക്കുന്ന രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സന്ധിവാതം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ വിവിധ വ്യക്തികളിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ ശരീരത്തിലെ മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. മദ്യപാനികളെ കർത്താവെ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങൾക്ക് അടിമകളായവരെ കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് മക്കൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ സ്വന്തം ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയുടെ ആവശ്യങ്ങൾക്കായി, വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിലെല്ലാം കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും വിവിധ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ അടിമാലിയിലും കട്ടപ്പനയിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ബൈ.